പരിശുദ്ധാത്മാവെന്ന ദാനം, ഇതിനെക്കുറിച്ച് ഫോർടേസ്റ്റ് ഓഫ് ഗ്ലോറി അല്ലേ, ഫ്യൂച്ചർ ഗ്ലോറി, വരുവാൻ പോകുന്ന ആ മഹത്വത്തിൻ്റെ ദാനമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. വലിയ കേറ്ററിങ്ങിൻ്റെ ഓർഡറൊക്കെ കൊടുക്കുമ്പോൾ സാമ്പിൾ ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ആ ഓർഡർ കൺഫേം ചെയ്യുന്നത് പോലെ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ വരുവാൻ ഉള്ള ആ സ്വർഗീയ സന്തോഷത്തിൻ്റെ ഒരു ഫോർടേസ്റ്റാണ് പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഉള്ളിൽ ദൈവം നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ള ഒരു ദൈവ പൈതലിന് ഒരു അറിയാം, എനിക്കൊരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു, എനിക്കൊരു വലിയ ഒരു മഹത്വകരമായ പദവിയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നു. ആ ഒരു സമയത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഒരു ഞരക്കം ഉണ്ടാകുന്നതിനാണ് ഗ്രോണിങ് എന്ന് പറയുന്നത്, ഞരക്കം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഞരക്കം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുട്ടികളുടെയോ മക്കളുടെയൊക്കെ കല്യാണത്തിനായിട്ട് ഏതെങ്കിലും ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്ത് അവിടെ കല്യാണം ഇങ്ങനെ പള്ളിയിലല്ല, കല്യാണം ഇങ്ങനെ ദീർഘമായിട്ട് പോവുകയാണ്. 12:30 അന്നേരവും ഒന്നും തീരുന്ന ലക്ഷണമില്ല. 1 മണി ആയപ്പോഴാണ് തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ പുറയിലാണ് ഈ ബിരിയാണിയൊക്കെ വിളമ്പി വെക്കുന്നത്, എൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ അടിക്കുന്നു. ആകപ്പാടൊരു കൺഫ്യൂഷൻ ആകുന്ന സമയത്താണ് അനൗൺസ് ചെയ്യുന്ന ആൾ പറയുന്നത്, ഇനിയും പെട്ടെന്ന് തീരും, ഒരു 7 പേരുടെ ഫെലിസിറ്റേഷനും കൂടെ കഴിഞ്ഞാൽ അല്ലേ. നമ്മളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് 7 പേരുടെ ആശംസ പറഞ്ഞതോടുകൂടി തീരും. അപ്പോൾ നമുക്ക് ഈ 7 പേര് ഓരോ മിനിറ്റ് എടുക്കുന്നത് നമുക്ക് 1 മണിക്കൂറായിട്ട് തോന്നും. കാര്യം ഉള്ളിലൊരു ഞരക്കോ, ഇത് എപ്പോഴാണ് ഒന്ന് തീരുന്നതെന്നുള്ളത് അല്ലേ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രസംഗം നീണ്ടു പോകുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. ചിലർ തിരിഞ്ഞ് ക്ലോക്കിലോട്ട് നോക്കും, വാച്ചേ നോക്കും, ചിലരാണ് ഈ ബൈബിൾ ഒന്ന് ശബ്ദത്തിലൊന്ന് അടയ്ക്കും. ഇതെല്ലാം ഈ ഞരക്കത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഇവിടെ പറഞ്ഞ കോണ്ടെക്സ്റ്റാണ് കർത്താവിൻ്റെ വരവിനായിട്ടൊരു ഞരക്കം. നമ്മളൊന്ന് ചിന്തിക്കുക, ഈ ഞരക്കം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, പരിശുദ്ധാത്മാവെന്നുള്ള ആദ്യ ദാനത്തിൻ്റെ ആ മഹത്വത്തെ നമ്മൾ രുചിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിവിടെ വായിക്കുന്നത്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമുക്ക് ആ ഞരക്കമില്ലെങ്കിൽ, ഇന്ന് നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. വലിയ വിഷയങ്ങളാണ്. ഈ ഭൂമിയിലെ ജീവിതം ഒന്ന് എത്രമാത്രം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം എല്ലാവരുടെയും ചിന്ത. ഒരു ദൈവ പൈതലിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവം ഓരോ നിമിഷവും, ഞായറാഴ്ച പാട്ട് പാടുമ്പോൾ മാത്രമല്ല, കർത്താവേ നീ എന്നാ വരുന്നത്, നിൻ്റെ ആ വരവ് എന്നാണ് കർത്താവേ എന്നുള്ള ആഗ്രഹത്തോടെ ഉള്ളിൽ ഞരക്കത്തോടെ ആയിരിക്കുന്നു എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്.